രണ്ടു ദിവസമായി ശബരിമലയിൽ പെയ്തത് ഈ മണ്ഡലകാലം തുടങ്ങിയ ശേഷമുള്ള കനത്ത മഴയാണ്. ഇന്നലെ സന്നിധാനത്ത് പെയ്തത് 68 മില്ലിമീറ്റർ മഴയാണ്. ഇന്ന് 2:30 വരെ 14.4 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഒപ്പം അവിടെ എത്തുന്ന ഭക്തർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. മഴയെ തുടർന്ന് കാനനപാതകളിൽ ഇതുവരെ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പല കാര്യങ്ങൾ ആരോഗ്യപരമായിട്ട് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പാതകളിൽ വഴുക്കൽ കാരണം തെന്നി വീഴാൻ സാധ്യതയുള്ളതിനാൽ ഭക്തർ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. ശരി, നമ്മൾക്ക് എന്തായാലും സന്നിധാനത്തെ വിവരത്തിലേക്ക് പോകാം. സോണൽ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സോണൽ, മഴയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഭക്തർ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലേ? ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഒപ്പം തിരക്കൊക്കെ എങ്ങനെയാണ്? പറയൂ. നിലവിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്, നമുക്ക് കാണാം. പക്ഷേ ഭക്തരുടെ തിരക്ക് എപ്പോഴും വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ മണ്ഡലകാലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് ഇന്നും ഇന്നലെയുമാണ് എന്നുള്ള കണക്കുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ സന്നിധാനത്ത് പെയ്തത് ഏകദേശം 68 മില്ലിമീറ്റർ മഴയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ പ്രധാനമായി പറയേണ്ടത് ഇന്ന് ഏകദേശം 2:30 വരെ ഉച്ചയ്ക്ക് 2:30 വരെ 14.6 മില്ലിമീറ്റർ മഴ ലഭിച്ചു എന്നുള്ള കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ മഴ പെയ്താലും ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമുക്ക് ഇതുവരെ ഏകദേശം 5 മണി വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 62,878 അയ്യപ്പന്മാരാണ് ഇവിടെ സന്ദർശനത്തിനായി ഭഗവാനെ കാണാനായി എത്തിയിട്ടുള്ളത്. നമുക്ക് ആ തിരക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഒരുപാട് ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൃക്കാർത്തിക കൂടിയാണ്. അപ്പോൾ ഭഗവാനെ ദീപാരാധന സമയത്ത് കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ച് തങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നടത്തി പോകാനാണ് ഈ സന്ധ്യ നേരത്തെ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തായാലും 6:30 കൂടിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുക. ദീപം തെളിയിച്ച് പ്രത്യേക ദീപാരാധന ഉൾപ്പെടെയുള്ളവ സന്നിധാനത്ത് അയ്യപ്പന്റെ തിരുനടയിൽ നടക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ സംവിധാനത്തോടു കൂടി എന്തായാലും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണ്.